ചേച്ചി പോവാ. ചെറുട്ട് റോഡേ. ചേച്ചി നിങ്ങളിപ്പോ എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്? 30ാമത്തെ വർഷം. 30 വർഷമായ? അപ്പൊ എന്റെ വയസ്സാണല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 67 വയസ്സ്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ വനിതാ ഡ്രൈവറാ? ആദ്യം ഇറങ്ങിയ ബാച്ചിൽ പെട്ടതാണ്. എങ്ങനെയാ ഓട്ടോ ഓടിക്കുന്നതിലേക്ക് വന്നത് 30 വർഷം മുമ്പ്? പല ഫീൽഡ് വർക്കുകളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഓട്ടോനോട് ഒരു താല്പര്യം തോന്നി, അങ്ങനെ ഓട്ടോ ഡ്രൈവിങ് പഠിച്ച്. അന്നേരൊന്നും അധികം ഈ വനിതകള് ഡ്രൈവർമാരായിട്ടില്ലല്ലോ. ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല ഡീസന്റ് ആയിരുന്നു എല്ലാരും. യാത്രക്കാരും ഡ്രൈവർമാരും പോലീസുകാരും പൊതുജനങ്ങളെല്ലാരും തന്നെ വളരെ ഡീസന്റ് ആയിരുന്നു ഞങ്ങളോട്. ഇതേവരെ ഒരു ദുരനുഭവം ഇല്ല. കളിയാക്കൊക്കെ ചെയ്തിട്ടുണ്ടോ? അതൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് കയറാന്, ചില ആൾക്കാർക്ക് അന്നൊക്കെ ഒരു മടിയാ കയറാൻ. വനിതകളെ ബാക്കിലിരുന്ന് പോണ്ടേന്നുള്ള. ഇപ്പൊ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലവർക്ക് പേടിയാണ്, കാരണം ഇവര് എവിടെയെങ്കിലും കൊണ്ടുപോയിടുമോന്നൊക്കെ ഉള്ള. ഈ 30 വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെ, ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഒരു പെങ്ങളും 3 കൂടി പോകുമ്പോ വണ്ടിയിൽ നിന്ന് ഇതേപോലെ ഒരു പെൺകുട്ടി പ്രസവിച്ച്. വണ്ടിയിൽ പ്രസവം ഉണ്ടായി. ഞാൻ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോരോ വീട്ടില് കൊണ്ടുപോയി വിട്ട്. അതെപ്പോഴായിരുന്നു? അത് 96-ലാണോ 96-ലാണ്. ഡോക്ടറെ പോയി വിളിച്ചുകൊണ്ടുവന്ന് ഡോക്ടർ നേഴ്സൊക്കെ വന്ന് കുട്ടീനെ കൊണ്ടുപോയി. കുട്ടിയും അമ്മയും വേറെ വേറെ ഒക്കെ കൊണ്ടുപോയി. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ സന്തോഷമായി, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. ഞാനും ഒരു സ്ത്രീയല്ലേ, ആ ഒരു ഇതും കൂടെ ഉണ്ടാവുമല്ലോ. വീട്ടുകാർക്കുണ്ടായ സന്തോഷം പിന്നെ പറയണ്ടല്ലോ അല്ലേ? ഇപ്പം കോഴിക്കോട് ടൗണിൽ ഓടാനായിട്ട് പരപ്പനങ്ങാടിന്ന് വരും. ഡെയിലി വരും. ഒരു 11 മണിയൊക്കെ ആകുമ്പോ, 11-12 ആകുമ്പോ ഇവിടെ എത്തും. വീട്ടില് വേറെ ആരും ഇല്ലാത്തോണ്ടിട്ട് ഞാൻ തന്നെ വേണം വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാനേ. വീട്ടില് ചേച്ചിയും ഭർത്താവോ ഇപ്പൊ? മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോയി വരാനും ഭയങ്കര ഡീസൽ ചെലവ് വേണ്ടേ? ചിലപ്പോ അങ്ങനെ ആരെങ്കിലും എന്തേ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവും നാട്ടിലേക്ക്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. മക്കളൊക്കെയോ? മക്കള് മോന് സെന്ററിങ് പണിയാണ്. മോന്റെ കല്യാണം കഴിഞ്ഞ് മോളെ കല്യാണം കഴിഞ്ഞു. എല്ലാരെയും കല്യാണം കഴിപ്പിച്ചൊക്കെ ഓട്ടോ ഓടിച്ചിട്ട് തന്നെയാണോ? കുറച്ചൊക്കെ അങ്ങനെയും. പിന്നെ കുറച്ച് സഹായങ്ങളൊക്കെ ഉണ്ടായി. കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ. ഓട്ടോയിലൂടെ ജീവിതം മുന്നോട്ടല്ലേ? അങ്ങനെ തന്നെ ആവണം എന്നാണ് ആഗ്രഹം. മക്കള് പോവണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാന് പറ്റുന്നത്ര ഇങ്ങനെ പോവട്ടെ വിചാരിച്ചിട്ടേ. വയ്യാതാവുന്നവരെ ഇങ്ങനെ പോവാലോ, അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ. ചേച്ചി ഇതേ എന്റെ സ്ഥലമായി, ഞാൻ ഇവിടെ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ മോനെ, ഞാൻ ഇവിടെ ഇറങ്ങാം. എത്രയായി? മീറ്റർ ചാർജ്. ഓക്കെ ചേച്ചി ഇട്ടിട്ടുണ്ടേ. ഓക്കെ മോനെ, താങ്ക് യു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.